ഹൗ വഖഫ് ബിൽ അമെൻമെൻറ്റ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. വലിയ ആഘോഷം. ഞാൻ ചിരിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് ഇതിൻ്റെ ഓർഡർ ആരെങ്കിലും വായിച്ചോ? എനിക്കിത് ഒരു വൈകുന്നേരം 16-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് ഇത് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം അത് കൈമറിഞ്ഞും പ്രിൻ്റൊക്കെ എടുത്ത് വന്നപ്പോൾ താമസിച്ചു. അതിന് മുമ്പ് തന്നെ ഉച്ച മുതൽ എന്തൊരു ബഹളമാണ് ടി വിയിലൊക്കെ. ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ നിങ്ങളോട് സത്യാവസ്ഥ പറയാം. എന്താ ഒരു 9 പേജുള്ള ഇൻ്ററിം ഓർഡറാണ് സുപ്രീം കോടതിയുടെ. അതിൽ ആദ്യത്തെ ഏകദേശം 6 പേജ് ഈ കേസിലെ കക്ഷികളുടെ പേരുകളാണ്. അപ്പോൾ ഏതായാലും ടൈറ്റിലായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് അസദുദ്ദീൻ ഒവൈസി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതാണ് ബേസിക് കേസായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ അതും കളഞ്ഞു കേട്ടോ, അത് പിന്നാലെ വരുന്നുണ്ട്. എന്നിട്ട് 6-ാമത്തെ പേജിൽ ഏറ്റവും താഴത്തെ ഒരു 4 ലൈനാണ് ആ ഓർഡർ തുടങ്ങുന്നത്. ഓർഡർ: ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ ഹിയറിംഗ്, Mr. Tushar Mehta, the learned Solicitor General, stated that the respondents would like to file a reply within a period of 7 days from today. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചു, ഞങ്ങൾക്കൊരു 7 ദിവസം വേണം. ഈ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ സുപ്രീം കോടതി ചോദിച്ചിരുന്നല്ലോ, അത് ചോദിച്ചു. എല്ലാം വെർബലി ഉള്ളതാണ്. അത് ചോദ്യം എന്തുമായിക്കോട്ടെ, ഞങ്ങൾക്കൊരു 7 ദിവസത്തെ സമയം വേണമെന്ന് പറഞ്ഞു. ഇന്നലെയാണ് ഈ കേസ് ബെഞ്ചിൽ വരുന്നത്. ഇന്ന് അദ്ദേഹം റിട്ടേൺ അഫിഡാവിറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അദ്ദേഹം തന്നില്ല. ഞാൻ കുറച്ചുകൂടെ സമയം വേണം, 7 ദിവസത്തെ സമയം വേണം. ഹി അഷ്വേഴ്സ് ദിസ് കോർട്ട് that till the next date of hearing, no appointments would be made to the Central Waqf Council and the Waqf boards in the states and the National Capital Territory of Delhi. ഇതാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അഷ്വറൻസ്. ടിൽ ദാറ്റ് ടൈം, അതായത് ഇനി വരാൻ പോകുന്ന ഞങ്ങൾ സത്യവാങ്മൂലം ഫയൽ ചെയ്യാനുള്ള 7 ദിവസമുണ്ടല്ലോ, ആ 7 ദിവസത്തിന് ഇടയ്ക്ക് വഖഫ് കൗൺസിലിലോ വഖഫ് ബോർഡുകളിലോ ഏതെങ്കിലും സംസ്ഥാനങ്ങളിലോ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹിയിലോ ഞങ്ങൾ ഈ പറഞ്ഞ കൗൺസിലിലോ വഖഫ് ബോർഡിലോ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഇത് പറഞ്ഞു. മാറ്റമൊന്നും വരുത്തുകയില്ല എന്ന് ഉറപ്പ് കൊടുത്തു. ഹി ഫർദർ സ്റ്റേറ്റ് ദാറ്റ് if the government of any state or national capital territory make any such appointment, the same may be declared void. അങ്ങനെ ആരെങ്കിലും കയറിയിട്ട് അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്പോയിൻമെൻറ്റ് വോയിഡായിട്ട് നിലനിൽക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കും. ഇറ്റ് ഈസ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ടിൽ ദ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ്, ഇവിടെ വന്നപ്പോൾ ടിൽ ദ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ് ആണ്, അടുത്ത ഹിയറിങ്ങിന് മുമ്പ് ഹിയറിംഗ് വരെ, നോ വഖഫ് ഇൻക്ലൂഡിങ് എ വഖഫ് ബൈ യൂസർ whether declared by way of notification or by way of registration. ഈ വഖഫോ വഖഫ് ബൈ യൂസറോ ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങളാണ്. അതിൽ ഡിക്ലെയർ ചെയ്തതോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തതോ ചെയ്യാത്തതോ ആയ സാധനങ്ങളിലൊന്നും തന്നെ ഞങ്ങൾ മാറ്റം വരുന്നില്ല. ഷാൽ ബി ഡീനോട്ടിഫൈഡ് നോർ വിൽ ദെയർ ക്യാരക്ടർ ഓർ സ്റ്റാറ്റസ് ബി ചേഞ്ച്ഡ്. ഇതൊന്നും തന്നെ ഞങ്ങൾ ഡീനോട്ടിഫൈ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നോട്ടിഫിക്കേഷനും ഇല്ല, ഡീനോട്ടിഫിക്കേഷനും ഇല്ല അടുത്ത ഹിയറിംഗ് വരെ. അപ്പോൾ ഇത് ആരുടെ വിജയമാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ പ്രശ്നങ്ങൾ മുഴുവൻ മുനമ്പം മുതൽ വടക്കോട്ട് ജമ്മു കാശ്മീർ വരെ വഴക്ക് നടക്കുന്നത് ഓരോ ഭൂമിയും വിരൽ കാണിച്ചിട്ട് ദേ ഇതെൻ്റെയാണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് കൈയടക്കുന്നു. അതല്ലാതെ വഖഫ് ബോർഡിൻ്റെ ഭൂമി വേറെ ആരെങ്കിലും കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊണ്ടുപോയി എന്നൊക്കെ ഉള്ളത് സത്യമാണ്, ബട്ട് അത് വിവാദമായിട്ടില്ല. അപ്പോൾ ഈ നോട്ടിഫൈ ചെയ്യുന്നതാണ് ഈ പ്രശ്നം. ഈ അമെൻമെൻറ്റ് വരാൻ തന്നെ കാരണം വഖഫ് ബോർഡ് അങ്ങ് നോട്ടിഫൈ ചെയ്യുകയാണ്. എൻ്റെയും നിങ്ങളുടെയും വീടൊക്കെ വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്യുന്നു. സർക്കാരിന് ഡീനോട്ടിഫൈ ചെയ്യാൻ പറ്റുന്നുമില്ല. എന്നിട്ട് സർക്കാർ പറയുകയാണ്, ഇതിനിടയ്ക്ക് നോട്ടിഫിക്കേഷനും ഇല്ല, ഡീനോട്ടിഫിക്കേഷനും ഇല്ല. ഡീനോട്ടിഫിക്കേഷൻ അല്ലെങ്കിലും നേരത്തെ ഇല്ലല്ലോ, നോട്ടിഫിക്കേഷനാണല്ലോ പ്രശ്നം. നോട്ടിഫിക്കേഷനും നിർത്തിവെച്ചു.
ഇതിപ്പോൾ വഖഫ്കാർക്ക് ആഘോഷിക്കാൻ എന്താ ഉള്ളതിൽ? നിങ്ങളുടെ അധികാരം മരവിപ്പിച്ചു, കേന്ദ്ര സർക്കാരിൻ്റെ അധികാരവും മരവിപ്പിച്ചു എന്ന് കേന്ദ്ര സർക്കാർ തന്നെ എഴുതി കൊടുത്തു. ശരിയാണ്, സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങളിത് റെക്കോർഡ് ചെയ്യട്ടെ. ചെയ്തോളൂ എന്ന്. അങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാതെ കേന്ദ്ര സർക്കാർ എഴുതി അവിടെ വെച്ച് കൊടുത്തതോ സത്യവാങ്മൂലമോ അല്ല. പക്ഷേ വാക്കാൽ പറയുന്നതും വാക്കാണല്ലോ. അത് ജഡ്ജിമാർ പറയും ഞങ്ങളിത് എഴുതാൻ പോവുകയാണ്, നിങ്ങളിതിൽ ഉറച്ചു നിൽക്കുന്നു. ഉറച്ചു നിൽക്കുന്നു സാർ, എഴുതിക്കോളൂ എന്ന് പറയും. അവരെന്താ എഴുതുന്നത് ഇവരെ വായിച്ച് കേൾപ്പിക്കും. അങ്ങനെയാണ് അതിൻ്റെ പതിവ്. വി ടേക്ക് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ റെക്കോർഡ്. ഇത് ഞങ്ങൾ രേഖാമൂലം ഇതിൽ ഓർഡറിൽ എഴുതുന്നു. റിജോയിൻഡർ അഫിഡാവിറ്റ് ടു ദ റിപ്ലൈ. കേന്ദ്ര സർക്കാർ 7 ദിവസത്തിനകം കൊടുക്കാമെന്ന് പറഞ്ഞ റിപ്ലൈ ഉണ്ടല്ലോ, ആ റിപ്ലൈക്ക് ബദൽ റിപ്ലൈ ഉണ്ടെങ്കിൽ അത് 5 ദിവസത്തിനകം ഈ പരാതിക്കാർക്കും ഹർജിക്കാർക്കും ഹാജരാക്കാം. അപ്പോൾ 7 5 12 ദിവസത്തെ സമയമെടുക്കാം. ഇറ്റ് ഈസ് എഗ്രീഡ് ബൈ ദ ലേണഡ് കൗൺസിൽ ഫോർ ദ പെറ്റീഷനേഴ്സ് ദാറ്റ് ഫോളോയിങ് 5 റിട്ട് പെറ്റീഷൻസ് മേ ബി ട്രീറ്റഡ് ആസ് ലീഡ് കേസസ്. അതായത് 120 റിട്ട് പെറ്റീഷനാണ് മുസ്ലിം ഭാഗത്ത് നിന്ന് പോയിരിക്കുന്നത്. 120 എണ്ണം. സുപ്രീം കോടതി പറഞ്ഞു, അതേ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഈ ജന്മത്ത് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കെല്ലാം ഒരേ താല്പര്യമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, ഒരു 5 കേസ് 5 റിട്ട് പെറ്റീഷൻ ഞങ്ങൾ എടുക്കാം. അവർ കൂടി ആലോചിച്ച് കൊടുത്ത പേരുകളാണ് അർഷദ് മദനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഒരു റിട്ട് പെറ്റീഷൻ, മുഹമ്മദ് ജമീൽ മർച്ചൻ്റ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ പെറ്റീഷൻ നമ്പർ 2, മുഹമ്മദ് ഫസലുർ റഹീം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 3, ഷെയ്ഖ് നൂറുൽ ഹസൻ യൂണിയൻ ഓഫ് ഇന്ത്യ 4, അസദുദ്ദീൻ ഒവൈസി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 5. ഈ 5 റിട്ട് പെറ്റീഷനാണ് അവരെടുക്കാമെന്ന് പറഞ്ഞത്. നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് സന്തോഷിച്ചാട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സന്തോഷിച്ചാട്ടെ, നിങ്ങളുടെ ഒന്നും പെറ്റീഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അത് ഈ ഇൻറ്ററിം ഓർഡറിലുണ്ട് എന്ന് വെച്ച് നിങ്ങൾ പരിഭ്രമിക്കാനൊന്നുമില്ല കേട്ടോ. നിങ്ങളോട് പിന്നെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വക്കീലിനെ വെച്ചിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും വിട്ടുപോയതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ പെറ്റീഷൻ തള്ളിയിട്ടില്ല. ഇത്രയും പെറ്റീഷൻ വായിച്ചു നോക്കാൻ നേരമില്ലാത്തതുകൊണ്ട് സാമ്പിളായിട്ടൊരു 5 എണ്ണം എടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പറ അരിയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് വെന്തോന്ന് നോക്കാൻ ഒരു 4-5 എണ്ണം എടുത്ത് ഞെരടുമല്ലോ. അതുപോലെ സുപ്രീം കോടതി പറഞ്ഞു, ഇത്രയും പെറ്റീഷൻ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞങ്ങളൊരു 5 എണ്ണം എടുത്ത് ഞെരടി നോക്കാമെന്ന് പറഞ്ഞു. ആ ഞെരടിൽ പാവം നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഹർജി, CPMൻ്റെ ഹർജി, ജംഇയ്യത്തുൽ ഉലമയുടെ ഹർജി, ഇതെല്ലാം അങ്ങ് തള്ളിപ്പോയി. പക്ഷേ നിരാശപ്പെടേണ്ട. അത്യാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ സാർ ഇന്ന കാര്യം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയാം. അതിനുള്ള അവസരമുണ്ട്. എന്നിട്ട് അടുത്തതാണ് ഇതിനകത്തെ ക്ലാസ് സെൻറ്റൻസസ്. The writ petitions challenging 1995 Waqf Act and the amendments made therein in 2013, Harishankar Jain and another versus Union of India and Parul Khera versus Union of India shall be separately shown in the cause list. 2 ഹിന്ദുക്കളാണ്. 2 ഹിന്ദുക്കളുടെ പെറ്റീഷൻ അത് സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ കാര്യം? സത്യാവസ്ഥ ഇതാണ്. 2013 ഈ വഖഫ് ആക്റ്റിൽ കൊണ്ടുവന്ന അമെൻമെൻറ്റ് വന്നപ്പോൾ ഈ മൊത്തം ആക്ട് തന്നെ ചലഞ്ച് ചെയ്തിട്ട് ആളുകൾ സുപ്രീം കോടതിയിൽ പോയി. അതിലൊരാളായിരുന്നു ഹരിശങ്കർ ജെയിൻ. ഹരിശങ്കർ ജെയിൻ്റെ മകനാണ് പ്രശസ്തനായ വിഷ്ണു ശങ്കർ ജെയിൻ. ഹരിശങ്കർ ജെയിന് വയസ്സായി, മകനാണ് കേസുകൾ ഫൈറ്റ് ചെയ്യുന്നത്. മിടുക്കനാണ് കേട്ടോ, 1-ാം തരം വക്കീലാണ്. അങ്ങനെയാണ് ഈ വാരാണസി കേസ്, നമ്മുടെ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി കേസ്, ഇതെല്ലാം കൊണ്ടു നടത്തുന്നത് ഈ വിഷ്ണു ശങ്കർ ജെയിനാണ്. മിടുക്കനായ ചെറുപ്പക്കാരനായ അഡ്വക്കേറ്റാണ്. അച്ഛൻ്റെ അനുഗ്രഹവും സഹായവും ഒക്കെ ഉണ്ട്. ഹരിശങ്കർ ജെയിൻ ഡിസേബിൾഡ് ഒന്നും അല്ല കേട്ടോ, ഇപ്പോഴും അദ്ദേഹം ഒരു ഫൈറ്ററാണ്. ബട്ട് പ്രായമായെന്നേ ഉള്ളൂ. ഇവർ പ്ലസ് നമ്മുടെ അശ്വിനി കുമാർ ഉപാധ്യായ, ഇവരൊക്കെ 2013 തന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അവരോട് പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഇവിടെ ഓടി വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഹൈക്കോടതി അതായത് ഹൈക്കോടതിയിൽ പോയി പെറ്റീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഹൈക്കോടതിയിൽ പോയി. അതുകൂടാതെ നാട്ടുകൾ ഒരുപാട് ഹിന്ദുക്കൾ ഹൈക്കോടതിയിൽ പോയി. 170 പെറ്റീഷൻസാണ് പല ഹൈക്കോടതികളിലായിട്ട് കെട്ടിക്കിടക്കുന്നത്.
തീർപ്പൊന്നും ആകാതെ 2013 ഇപ്പോൾ എത്രയായി? 12 വർഷമായി. 12 വർഷത്തിന് ശേഷം ഇവർ സുപ്രീം കോടതിയിൽ എണീറ്റ് നിന്ന് ചോദിച്ചു, 12 വർഷം മുമ്പ് ഈ ബേസിക് ആക്ട്, ഇപ്പോൾ അമെൻമെൻറ്റിനെ ചൊല്ലിയാണല്ലോ ബഹളം, ഈ ബേസിക് ആക്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ ഹൈക്കോടതിയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരെയും ഹൈക്കോടതിയിൽ പറഞ്ഞു വിടണ്ടേ? ബേസിക് ആക്ട് സുപ്രീം കോടതിയിൽ നേരെ എടുക്കുകയില്ല, നിങ്ങൾ ഹൈക്കോടതി പോയിട്ട് ഹൈക്കോടതി തോറ്റാൽ അപ്പീലുമായിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിട്ടു. ഞങ്ങൾ പോയി. അല്ലേ 10-12 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദാ വേറെ കുറച്ച് പേരുടെ അമെൻമെൻറ്റിൻ്റെ പേരിലുള്ള ഹർജികൾ പരിശോധിക്കുന്നു. അതെന്ത് മര്യാദയാണ്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഹർജിയും പരിശോധിക്കേണ്ടേ? പരിശോധിക്കണം. അപ്പോൾ സുപ്രീം കോടതി കുടുങ്ങി. അപ്പോൾ അതിൽ നിന്ന് അവരുടെ ഉണ്ടല്ലോ 100-120 പെറ്റീഷൻ, അതിനകത്തുനിന്ന് ഒരു 2 സാമ്പിൾ, അതിൽ ഈ ഹരിശങ്കർ ജെയിൻ്റെയും പാറുൽ ഖേറയുടെയും പെറ്റീഷൻ എടുത്തിട്ട് സെപ്പറേറ്റ് കോസ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് വാദം ഒരുമിച്ചായിരിക്കും, ബട്ട് ഇത് പ്രത്യേകമായിട്ട് കാണിക്കണം, മറ്റതുമായിട്ട് മിക്സ് ആവരുത്. കാരണം ഇതിനകത്തെ ഇഷ്യൂ ഇവർ മൊത്തം ആക്റ്റാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്, മറ്റവർ അമെൻമെൻറ്റാണ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടും കേട്ടാൽ സെയിം ആണെന്ന് തോന്നും, സെയിം അല്ല. ഇവർ ആക്ട് മുഴുവൻ റദ്ദാക്കണമെന്നുള്ളവരും അവർ അമെൻമെൻറ്റ് മാത്രം റദ്ദാക്കണമെന്നുള്ളവരുമാണ്. ഹിന്ദു മുസ്ലിം സൈഡിൻ്റെ വ്യത്യാസമാണ് സുപ്രീം കോടതി എടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ചെറിയൊരു കുത്തിത്തിരിപ്പ് നടത്തുന്നുണ്ട്. ആസ് എ സ്പെഷ്യൽ കേസ്, ലിബർട്ടി ഈസ് ഗ്രാൻറ്റഡ് ടു ദ പെറ്റീഷണേഴ്സ് ഹു ഹാവ് ഫയൽ റിറ്റ് പെറ്റീഷൻ ചലഞ്ചിങ് വഖഫ് അമെൻമെൻറ്റ് ടു ഫയൽ ദെയർ റെസ്പോൺസ് ടു ദ സെഡ് റിറ്റ് പെറ്റീഷൻ. അതായത് ഹിന്ദുക്കളുടെ പെറ്റീഷനിൽ വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് അഭിപ്രായം പറയാം, ദേ ക്യാൻ ഇൻ്റർവീൻ. അതെങ്ങനെ ശരിയാവും? ഹിന്ദുക്കളുടെ കേസ് വാസ്തവത്തിൽ യൂണിയൻ ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരെയാണ്. ഈ ആക്ട് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് റദ്ദാക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യം ഉന്നയിക്കുന്ന ആരോടാ? കേന്ദ്ര സർക്കാരിനോടാണ്. അതിൽ മൂന്നാമതൊരാളിന് എന്താ കാര്യം? ബട്ട് കോടതി ലിബറലായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുന്നതാണ്. വേണമെങ്കിൽ തനിക്കിതിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ശരി, പറഞ്ഞോട്ടെ. The Union of India, the state governments and the Waqf boards may file preliminary reply to this writ petition within 7 days. 7 ദിവസത്തിനകം റിപ്ലൈ വരണം. 5 ദിവസത്തിനകം റിപ്ലൈക്കുള്ള റിപ്ലൈ, അത് കൗണ്ടർ റിപ്ലൈ അത് വരണം. Both sides, that it is petitioners and respondents, have appointed nodal counsel. ഇതിന് ഈ വക്കീലന്മാർക്ക് എല്ലാം നോട്ടീസ് അയക്കാനും അത് സെർവ് ചെയ്യാനും ഒന്നും പറ്റില്ല. നിയമം അനുസരിച്ച് ഇതിൻ്റെ എല്ലാം കോപ്പി ഓരോ വക്കീലിനും കൊടുക്കണമെന്നൊക്കെയാണ്. അതൊന്നും പറ്റുമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 3 വക്കീലന്മാരെ തീരുമാനിക്കുക. ഹിന്ദു സൈഡിലെ ഒരു വക്കീൽ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വക്കീൽ, മുസ്ലിം സൈഡിലെ ഒരു വക്കീൽ മതി. അപ്പോൾ അത് തീരുമാനിച്ചു. മുസ്ലിം സൈഡിലെ വക്കീൽ മിസ്റ്റർ എജാസ് മക്ബൂൽ. അപ്പോൾ കോടതിയിൽ ആരൊക്കെ ഫയൽ ചെയ്യുന്നു അതിൻ്റെ ഒരു കോപ്പി എജാസ് മക്ബൂലിന് പോകും. എജാസ് മക്ബൂൽ സത്യസന്ധമായിട്ട് മറ്റെല്ലാ വക്കീലന്മാർക്കും ഇതിൻ്റെ കോപ്പി എത്തിക്കണം. ഇതാണ് ധാരണ. ഇതൊന്നും സുപ്രീം കോടതിയിൽ ആരും തെറ്റിക്കില്ല കേട്ടോ. ഹിന്ദു വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മിസ്റ്റർ വിഷ്ണു ശങ്കർ ജെയിൻ, ഇവിടെ അച്ഛൻ്റെ പേരല്ല മകൻ്റെ പേര് തന്നെ എഴുതി കോടതി. അപ്പോൾ ഹിന്ദുക്കളിലെ അവരുടെ പെറ്റീഷൻ്റെയൊക്കെ ആൾക്കാരുണ്ടല്ലോ വക്കീലന്മാരൊക്കെ, അവർക്കെല്ലാം കോപ്പി വിഷ്ണു ശങ്കർ ജെയിൻ കൊടുത്തോളണം. ഓരോരുത്തരും ഫയൽ ചെയ്യും ഇൻ്റർവീനിങ് ആപ്ലിക്കേഷൻ, മുസ്ലിം ലീഗ് വന്നിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇതിൻ്റെ എല്ലാം കോപ്പി വിഷ്ണു ശങ്കർ ജെയിൻ മറ്റുള്ളവർക്ക് കൊടുത്തോളണം. ഇതാണ്. ഇതൊക്കെ പിന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് മെയിൽ ഫോർവേഡ് ചെയ്താൽ ജോലി കഴിഞ്ഞു. പക്ഷേ ഒരാൾ കുത്തിയിരുന്ന് ചെയ്യണം. അത് 120 മെയിലൊക്കെ അയക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. പിന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് മിസ്റ്റർ കനു അഗർവാൾ എന്ന വക്കീലാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം കേന്ദ്ര സർക്കാർ പാർട്ടിയാണല്ലോ, എല്ലാ സാധനത്തിൻ്റെയും കോപ്പി കേന്ദ്ര സർക്കാരിൻ്റെ വരും. അപ്പോൾ അത് എല്ലാം കൂടെ വായിച്ച് നോക്കാൻ അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാനൊക്കെ സോളിസിറ്റർ ജനറലിന് പറ്റുമോ? അദ്ദേഹത്തിന് അതിന് നേരമില്ല. അപ്പോൾ ഒരു ജൂനിയർ വക്കീൽ മിസ്റ്റർ കനു അഗർവാൾ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഇതും ഫിക്സായേ. വി ക്ലാരിഫൈ ദാറ്റ് ദ ഹിയറിംഗ് ഫിക്സഡ് ഓൺ ദ നെക്സ്റ്റ് ഡേറ്റ് വിൽ ബി പ്രിലിമിനറി ഹിയറിംഗ്. അടുത്ത ഡേറ്റിന് നടക്കാൻ പോകുന്നത് വെറും പ്രാഥമികമായ വാദം മാത്രമാണെന്ന് ഇപ്പോഴേ പറയുന്നു സുപ്രീം കോടതി. അപ്പോൾ ഈ കിടന്ന് തള്ളിമറിക്കുന്നതിനൊക്കെ എന്താണ് അർത്ഥം? ഈ ബഹളത്തിന് പ്രാഥമികമായ വാദം അടുത്ത ഹിയറിങ്ങിന് നടക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രാഥമികമായ വാദം നടന്നു എന്ന് പോലും പറയുന്നില്ല. ഇൻ്ററിം ഓർഡറിൽ തന്നെ പറയുന്നത് കേന്ദ്ര സർക്കാർ സബ്മിറ്റ് ചെയ്തു, ഞങ്ങളത് സമ്മതിച്ചു എന്നാണ്.
നിർബന്ധിച്ചായിരിക്കും സമ്മതിപ്പിച്ചത്, എന്ത് വാങ്ങിക്കോട്ടെ. കടലാസിൽ കിടക്കുന്നത് ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കാഞ്ഞഭാര. ദ കോസ്റ്റ് ടൈറ്റിൽസ് ഓഫ് ദ 5 റിട്ട് പെറ്റീഷൻസ് വിൽ ബി റെഡ് ആസ് ഫോളോസ്. നേരത്തെ ഈ പറഞ്ഞില്ലേ 5 പേരുടെ, ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിൻ്റെ അവരുടെ ഒന്നും പേരില്ല എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ 5 പേര് അർഷദ് മദനി, മുഹമ്മദ് ജമീൽ മർച്ചൻറ്റ്, മുഹമ്മദ് ഫസലുർ റഹീം, ഷെയ്ഖ് നൂറുൽ ഹസൻ, അസദുദ്ദീൻ ഒവൈസി. ഈ 5 പേരുടെ പെറ്റീഷനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ 5 പേരുടെയും പേര് ഹർജിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിക്കുന്നു. പേര് മാറ്റിയിട്ട് പെറ്റീഷൻ അതുപോലെ നിൽക്കും, പേര് മാറും. അപ്പോൾ ആദ്യത്തെ ആളിൻ്റെ പേര് ഇൻ റീ ദ വഖഫ് അമെൻമെൻറ്റ് ആക്ട് 2025(1). ഇതാണ് ഇൻ റീ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കോടതി സ്വമേധയാ എടുക്കുന്ന കേസുകൾക്കാണ് ഇൻ റീ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള പ്രൊസീഡിങ്സിലെല്ലാം ഇൻ റീ എന്നുള്ള വാക്കായിരിക്കും, INRE, അതാണ് ഇൻ റീ. സ്വമേധയാ എടുക്കുന്ന കേസുകൾക്കാണ്. നിങ്ങൾ നോക്കിക്കോളൂ, ഹൈക്കോടതി, സുപ്രീം കോടതിയൊക്കെ അവർ സ്വമേധയാ ചില കേസുകൾ എടുക്കുമല്ലോ, അതിൽ ഇൻ റീ എന്ന് പറഞ്ഞിട്ട് മാറ്റർ എഴുതും, വഖഫ് അമെൻമെൻറ്റ് ബിൽ. അപ്പോൾ 5 പെറ്റീഷനുണ്ട്. വഖഫ് അമെൻമെൻറ്റ് ആക്ട് 2025 1, 2, 3, 4, 5 ഇങ്ങനെയായിരിക്കും ഈ ഹർജികളെ പരാമർശിക്കുക. ഇനി അങ്ങോട്ടുള്ള പ്രൊസീഡിങ്സിലെല്ലാം തന്നെ അസദുദ്ദീൻ ഒവൈസിയോ മദനിയോ മണ്ണാങ്കട്ടയോ എല്ലാം അപ്രസക്തമാണ്. സുപ്രീം കോടതി എടുത്ത സ്വമേധയാ എടുത്ത കേസ് പോലെ ആയിരിക്കും കോസ്റ്റേറ്റിൽ കിടക്കുന്നത്. ലിസ്റ്റ് ഓൺ 5/5/2025 at 2 PM. മെയ് 5 ഉച്ചയ്ക്ക് 2 മണിക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഓർഡറായി. ഈ ഓർഡർ ഇട്ടാണ് ആൾക്കാർ ആഘോഷിക്കുന്നത്. എന്തൊക്കെ വന്നാലും കേന്ദ്ര സർക്കാർ കൊമ്പ് കുത്തിയില്ലേ, ഒരു വ്യത്യാസവും വരുത്തില്ല എന്ന് പറഞ്ഞല്ലോ. അത് 12 ദിവസത്തേക്കെങ്കിൽ 12 ദിവസത്തേക്ക് അത് പറഞ്ഞു. കാരണം കേന്ദ്ര സർക്കാരിന് ഇത് വളരെ എളുപ്പമാണ്. നിങ്ങളൊരു കാര്യം നോക്കൂ, ഒരു ആക്ട് നിലവിൽ വന്നു, പക്ഷേ അത് പ്രായോഗികമായിട്ട് ഉപയോഗിച്ച് തുടങ്ങണമെങ്കിൽ അതിന് ചട്ടങ്ങൾ കൂടെ വരണം, വേണ്ടേ? റൂൾസ് വരണം. അപ്പോൾ അമെൻഡഡ് ആക്ടിന് അമെൻഡഡ് റൂൾസും കൂടെ വരണം. അതാണ് കിരൺ റിജിജു മുനമ്പത്ത് വന്നപ്പോൾ പ്രസംഗിച്ചത്. ഇതിൻ്റെ റൂൾസ് വരട്ടെ, ഒരു 3 ആഴ്ച സമയമെടുക്കും, എന്നിട്ട് ഞാൻ പറയാം കൃത്യമായിട്ട് എന്ന് അദ്ദേഹം പ്രസംഗിക്കാൻ കാരണം ഇതാണ്. കാരണം റൂൾസ് ഇല്ലാതെ ഒരു ആക്ടിന് നിലനിൽപ്പിൽ, ആക്ട് പാസ്സായി അങ്ങനെ ഉണ്ടെന്ന് പറയാം, ഇത്രയേ ഉള്ളൂ. 2007 കേരളത്തിലെ ദേവസ്വം ബോർഡുണ്ടല്ലോ, തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് 1950, ഇത് മോഡിഫൈ ചെയ്തു. ദേവസ്വം മന്ത്രി ജി സുധാകരനാണ്. അപ്പോൾ ഇപ്പം 3 മെമ്പർമാരാണല്ലോ ദേവസ്വം ബോർഡിൽ. ഇത് 7 ആക്കി മാറ്റി, 4 പേരെ കൂടുതൽ വെച്ചു. ന്യായമായ കാര്യമാണ് അദ്ദേഹം ചെയ്തത്. നിർബന്ധമായിട്ടും പട്ടികജാതി പട്ടികവർഗത്തിലെ ഒരാൾ, പിന്നെ ഒരു സ്ത്രീ മെമ്പർ, പിന്നെ ഒരു കർണാടക സംഗീത വിദഗ്ധനോ വിദഗ്ധയോ, വേറൊന്ന് തച്ചുശാസ്ത്രം അറിയാവുന്ന ഒരാൾ. ഇതാണ് എൻ്റെ ഓർമ്മയിൽ. ഇങ്ങനെ 4 പേരെ കൂടെ ചേർത്തിട്ട് ഇത് 7 പേരാക്കി. നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചു, പാസ്സായി, ഗവർണർക്ക് അയച്ചു കൊടുത്തു, ഗവർണർ ഒപ്പിട്ടു, ആക്ട് നിലവിൽ വന്നു. പക്ഷേ ചട്ടങ്ങളുണ്ടാക്കിയില്ല. കാരണം എനിക്ക് തോന്നുന്നു അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നോ എന്തോ എനിക്കറിയില്ല. ചട്ടങ്ങളുണ്ടായില്ല, അതുകൊണ്ട് ആക്റ്റായിട്ട് നിൽക്കുന്നു. ഇപ്പോഴും നിങ്ങൾ കടയിൽ പോയിട്ട് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളുടെ ആക്ട് ചോദിക്കുക. ആ ആക്ടിൻ്റെ പുസ്തകത്തിൽ പശ വെച്ച് ഒട്ടിച്ച് ഈ അമെൻഡഡ് ആക്ട് വെച്ചിട്ടുണ്ടാവും. ബട്ട് അതിന് റൂൾസ് ഇല്ല, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ദേവസ്വം ബോർഡിൽ 3 മെമ്പർമാരായിട്ട് ഇപ്പോഴും തുടർന്നു. 2007 മുതൽ ഇപ്പോൾ 2025, എത്ര 10-18 വർഷമായി അങ്ങനെ തന്നെ തുടരുന്നു. സബ്സീക്വൻ്റ്ലി ജി സുധാകരനെ ദേവസ്വം വകുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ആര് ഞെക്കിയാലും ഞെക്ക് കൊള്ളുന്ന പാവം കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാക്കി. ഇതൊക്കെ അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ് ഞാനീ പറയുന്നത്. ഒരു ആക്ടിന് ചട്ടങ്ങൾ എത്രമാത്രം ബലം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ക്ലിയർ ഉദാഹരണമാണ് 2007 ദേവസ്വം അമെൻമെൻറ്റ് ആക്ട്. അതിങ്ങനെ ആക്റ്റായിട്ട് ആകാശത്തിൽ നിൽക്കുന്നു, കയ്യും കാലും ഇല്ല, അതുകൊണ്ട് ആകാശത്തിൽ കിടന്ന് തുഴയുകയാണ്. ഇതാണ്. അതുകൊണ്ട് റൂൾസ് ഉണ്ടായാൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് ഈ അമെൻമെൻറ്റ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ കോടതി പറയുകയാണ്, നിങ്ങൾ ഇന്ന കാര്യം ചെയ്ത് കേട്ടോ, ചെയ്യുന്നില്ല.
കാരണം ഏതായാലും റൂൾസ് ഉണ്ടായിട്ടില്ല, ചെയ്യാൻ പറ്റില്ല. പിന്നെ കോടതി പറയുമ്പോൾ അപ്പം തന്നെ സമ്മതിക്കും. ഞാനാണെങ്കിൽ ഇത് മുഴുവൻ അങ്ങ് സമ്മതിച്ചേനെ. കാരണം റൂളില്ലല്ലോ, റൂളായിട്ടില്ലല്ലോ, പിന്നെ എന്ത് സമ്മതിച്ചാലെന്താ? ഞാൻ പറയട്ടെ, ഏപ്രിൽ 6-ാം തീയതിയാണ് പ്രസിഡന്റ് ഇതിൽ ഒപ്പുവയ്ക്കുന്നത്. ഏപ്രിൽ 6-ാം തീയതി തന്നെ നോട്ടിഫൈ ചെയ്തു. അപ്പോൾ ആക്ട് നിലവിൽ വന്നു. ഈ ഹർജികൾ പരിഗണിക്കുന്നത് 15-ാം തീയതിയാണ്. 6 മുതൽ 15 വരെ 9 ദിവസം കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. സുപ്രീം കോടതി ഒരു തടസ്സം ഉണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നല്ലോ. 9 ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു ഈ ആയുധം. അവരൊന്നും ചെയ്തില്ല. എന്താ ചെയ്യാഞ്ഞത്? റൂൾസ് ഇല്ല. റൂൾസ് ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. അമെൻഡഡ് ആക്ടിന് അമെൻഡഡ് റൂൾസ് വേണം. പഴയ റൂൾസിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് വരുത്തണം. അത് വരുത്തിയിട്ടില്ല. അതിന് സമയമെടുക്കും. അപ്പോൾ ഈ സമയത്ത് സുപ്രീം കോടതി പറയുകയാണ് നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ചെയ്യുന്നില്ല, കഴിഞ്ഞു. കാരണം അല്ലെങ്കിൽ തന്നെ ചെയ്യാൻ പോകുന്നില്ല. അതാ. എന്നിട്ട് ഇവരാഘോഷിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇവരുടെ വിജയം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ താജ്മഹൽ നഷ്ടപ്പെടും. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു തൊട്ടുപോകരുത് താജ്മഹലിലെന്ന്. ഒരു ചുണ്ണാമ്പുമില്ല. താജ്മഹൽ അല്ലെങ്കിൽ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവിടെ നമാസിന് തുറന്നു കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കേട്ടു. ശരി, അവിടെ നമാസ് നടത്തുന്നു, പോകുന്നു, ടൂറിസ്റ്റുകൾ വരുന്നു, പോകുന്നു എന്ന് പറയുന്ന പോലെ. ഇത്രയേ ഉള്ളൂ ഇവരുടെ അവകാശം. ഡൽഹിയിലെ ജുമാ മസ്ജിദ്, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ഒക്കെയാണ്. അതിനകത്ത് നിങ്ങൾ പ്രാർത്ഥന നടത്തുന്നു, ശരി, പ്രാർത്ഥന നടത്തിക്കോ, തിരിച്ചു പോക്കോ. ഇതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങളും ഉണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിൽ. അവിടെ പൂജയുണ്ട്, സംഗതിയുണ്ട്, വഴിപാടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഉടമസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. സംഭലിലെ വലിയ ബഹളം നടന്ന സംഭലിലെ മസ്ജിദ്, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയാണ്. അതുകൊണ്ടാണ് കോടതിക്കൊക്കെ അതിൽ ഇടപെടാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇടപെടില്ലല്ലോ. അപ്പോൾ ഈ പറയുന്നതൊന്നും വഖഫ് വസ്തുക്കളല്ല. കേരളത്തിൽ വഖഫിന് എത്ര പള്ളികളുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, എത്ര പള്ളികളുണ്ട് വഖഫിന്? എനിക്കറിയാവുന്ന പള്ളികൾ മുഴുവൻ തന്നെ മഹല്ല് കമ്മിറ്റിയുടെ വകയാണ്. അവിടെ വഖഫിനൊന്നും അവർ കയറ്റില്ല. അവിടെ നിന്ന് 10 പൈസ വഖഫിലേക്ക് കൊടുക്കുകയുമില്ല. ആ പള്ളിയുടെ അഫയേഴ്സ് അവർ നോക്കും. അതിന് റിപ്പയർ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ കാശ് പിരിച്ച് അവർ തന്നെ മഹല്ല് കമ്മിറ്റിക്കാരാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. വഖഫിനെ ഒന്നും ഞാൻ ആ പ്രദേശത്ത് കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ വ്യത്യാസം വരുന്നത് എനിക്കൊരു അതൊന്നും ഞാൻ ഓരോ പള്ളിയും ചൂണ്ടാമ്പ് തൊട്ട് എണ്ണി നോക്കിയിട്ട് ഇത് വഖഫിൻ്റെ ആണോ അല്ലേതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ അന്വേഷിക്കാൻ ആരും സമ്മതിക്കുകയില്ലല്ലോ. ബട്ട് എൻ്റെ അറിവിൽ വഖഫ് നേരിട്ട് ഭരിക്കുന്ന ഒരു മുസ്ലിം പള്ളിയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആരെന്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ബഹളം. ഞങ്ങളുടെ ശവക്കല്ലറകൾ കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോകാൻ? മുസ്ലിങ്ങളുടെ ശവക്കല്ലറ തലയിൽ വെച്ചുകൊണ്ട് നരേന്ദ്രമോദി എവിടെ പോകാൻ പോകുന്നു? ഇനി ആ സ്ഥലം സർക്കാരിൻ്റെ ആണെന്ന് പ്രഖ്യാപിച്ചു എന്ന് വെച്ചോ, അപ്പോഴും എന്താ ഈ കല്ലറ മാന്തിയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുമോ? വെറുതെ ഇല്ലാത്ത അപവാദം പറഞ്ഞ ആളുകളെ പേടിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ നോക്കും, ഞാൻ ഇൻ്റർനെറ്റിൽ ഈ കോടതി വിധികളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഏകദേശം 90% കേസുകൾ മുസ്ലിങ്ങൾ വഖഫ് ബോർഡിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളാണ്. ഞങ്ങളുടെ ഭൂമി ഇവരുടേതാണെന്ന് പറഞ്ഞ് ഇവർ കൈക്കലാക്കി എന്ന് പറഞ്ഞാണ് സകല കേസുകൾ. 90% കേസുകൾ. അത്യപൂർവമാണ് ഹിന്ദുക്കളുടെയോ അവർ ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം മുസ്ലിം വേഴ്സസ് മുസ്ലിമാണ് കേസുകൾ. നിങ്ങൾക്കും ഇൻ്റർനെറ്റിൽ കയറി നോക്കാം. വഖഫ് റിലേറ്റഡ് കേസസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാറ്റ് ബോട്ടൊക്കെ ഉണ്ടല്ലോ, അതിനോട് ചോദിക്കുക, എടോ എത്ര കേസുണ്ട് മുസ്ലിം വേഴ്സസ് മുസ്ലിം വഖഫ്? ഈ വഴക്ക് മുഴുവൻ മുസ്ലിം വേഴ്സസ് മുസ്ലിമാണ്. ഇപ്പം മുനമ്പത്തെ വഴക്ക് നിങ്ങൾ നോക്കൂ. ബേസിക്കലി ട്രിബ്യൂണലിൽ പോയിരിക്കുന്നത് ആരാ? ഒരു വശത്ത് ഫറൂഖ് കോളേജ്, മറുവശത്ത് വഖഫ് സംരക്ഷണ സമിതി. ഇല്ലേ? അവർ രണ്ടുപേരുമാണ് പോയിരിക്കുന്നത്. അവർ തമ്മിലാണ് വഴക്ക്. ഇതെൻ്റെയാണെന്ന് വഖഫ് ബോർഡ് പറയുന്നു, ഇതെൻ്റെയാണ് നിങ്ങളുടെ അല്ല എന്ന് ഫറൂഖ് കോളേജ് പറയുന്നു. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെതിരെ ആണ് ട്രിബ്യൂണൽ കേസ്. പാവം മുനമ്പത്തെ ആൾക്കാർ ട്രിബ്യൂണലിൽ പോയിട്ട് കക്ഷി ചേരാൻ അനുവാദം ചോദിച്ചു. ട്രിബ്യൂണലിൽ ദയ വിചാരിച്ചിട്ട് കൊടുത്തു. ശരി, നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞു. ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് മുനമ്പൻ നിവാസികൾ ട്രിബ്യൂണലിൽ നിൽക്കുന്നത്, എതിർ പാർട്ടിയായിട്ടല്ല. ഒരു ഇൻ്റർവെനറായിട്ടാണ്. എന്നെയും കൂടെ കേൾക്കണേ എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇതാണ് അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നു, ഓ മുസ്ലിങ്ങളുടെ എല്ലാം എടുത്തുകൊണ്ട് പോകും. മുസ്ലിങ്ങളെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഫാറൂഖ് കോളേജിൻ്റെ ഭൂമി എൻ്റേതാണെന്ന് പറഞ്ഞിട്ട് വഖഫ് ബോർഡ് തട്ടിപ്പറിച്ചതാണ് മുനമ്പത്തെ പ്രശ്നത്തിൻ്റെ അടിത്തറ.
അതിന് ഈ അമെൻമെൻറ്റ് സൊല്യൂഷൻ ആകുമോ എന്നുള്ളത് റൂളും ചട്ടവും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ മുനമ്പം വിഷയം പഠിച്ചിട്ട് നിങ്ങളോട് പറയാം. എൻ്റെ വീഡിയോസ് കുറച്ച് താമസിക്കും, കാരണം ഇത് വായിച്ച് നോക്കി കൃത്യം മനസ്സിലാക്കിയേ ഞാൻ സംസാരിക്കാറുള്ളൂ. ആവുന്നത്ര പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിൽ തെറ്റ് വന്നു എന്നൊക്കെ വരാം, ഇല്ലെന്നൊന്നുമില്ല. ബട്ട് ഞാൻ ആവുന്നത്ര പെർഫെക്റ്റായിട്ട് ഇത് വായിച്ച് നോക്കി കോപ്പി എടുത്ത് പല ആവർത്തി വായിച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മുമ്പിൽ കടലാസിരിപ്പുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ലായിരിക്കാം, വേറെ കാര്യം, അത് വീഡിയോയുടെ ലിമിറ്റേഷനാണ്. ബട്ട് ഇത്തരം കാര്യങ്ങളിൽ രേഖകൾ വെച്ച് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഇന്ന് സംസാരിച്ചിരിക്കുന്നതും അതുപോലെയാണ്. അനാവശ്യമായ ഒരു ആഘോഷമാണ് മുസ്ലിം വിഭാഗം നടത്തുന്നത്. വാസ്തവത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരൊറ്റ മുസ്ലിമിൻ്റെ പെറ്റീഷൻ സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്ന് വെച്ച് തള്ളിക്കളഞ്ഞോ? ഇല്ല. ബട്ട് പെറ്റീഷണർ എന്നുള്ള നിലയിൽ നിങ്ങളെ കേൾക്കുകയില്ല. ഇൻ്റർവെനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇടയ്ക്ക് കയറിയിട്ട് സാർ എന്നെ കൂടെ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്നൊക്കെ പറയാം. ഇതാണ് ഇൻ്റർവെനറിൻ്റെ ജോലി. ഈ അവസ്ഥ ഏതെങ്കിലും മാധ്യമം നിങ്ങളോട് പറഞ്ഞോ? ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ആഘോഷമാണ്, ജയിച്ച് എന്ന് പറഞ്ഞ് എവിടെ ജയിച്ചു? ഉള്ളതും കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. നോട്ടിഫൈ ചെയ്യാനുള്ള വഖഫ് ബോർഡിൻ്റെ അധികാരം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു. ഇതാണ് ചെയ്തിരിക്കുന്നത്. ഡീനോട്ടിഫൈ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. ബട്ട് ആ അവകാശം കേന്ദ്ര സർക്കാർ എങ്ങും വിനിയോഗിച്ചിട്ടില്ല, ഇപ്പോഴും വിനിയോഗിക്കുന്നില്ല. വിനിയോഗിക്കാനും പ്രയാസമാണ്, കാരണം ചട്ടങ്ങളില്ലല്ലോ, റൂൾ ഫോം ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ശരി ഗോൾ പോസ്റ്റ് ഇല്ല, അങ്ങോട്ട് ഗോൾ അടിക്കരുതെന്ന് പറയുന്നു. ശരി, അടിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ അവിടെ ഗോൾ പോസ്റ്റ് ഇല്ലല്ലോ, പിന്നെ എന്തിനടിക്കണം? ഇതാണ് കേന്ദ്ര സർക്കാർ ചുമ്മാ അങ്ങ് സമ്മതിച്ചു കൊടുക്കാനുള്ള കാര്യം. ഇത് മനസ്സിലാക്കാതെ കടലാസ് കയ്യിൽ കിട്ടാതെ ചാനലുകളായ ചാനൽ തോറും വിജയാഹ്ലാദം നടത്തുന്നത് ബുദ്ധിശൂന്യതയുടെ ലക്ഷണമാണ്. അത് ചെയ്യരുത് സുഹൃത്തുക്കളെ. താങ്ക് യു.